പറയുമ്പോൾ ഇന്ന് ഒരു ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെലവ് കൂടിയ ഒരു ഇനമായി ഇന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ഈ ആശുപത്രി കഴിഞ്ഞ ഒരു വർഷക്കാലം പ്രവർത്തിച്ചു എന്നറിയുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ സമൂഹത്തിൽ വരുമാനമുള്ളവർക്ക് ഇന്ന് ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ സാധാരണക്കാരൻ്റെ സ്ഥിതി അതല്ല. പലപ്പോഴും നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇന്നും അതിന് വേണ്ടത്ര സംവിധാനങ്ങളില്ല എന്നുള്ളത് നമ്മളുടെ തന്നെ ഒരു കുറ്റമായി ഞാൻ കാണുക. സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്ക് സ്വകാര്യ ആശുപത്രികളെ സമീപിക്കാൻ ഇന്നുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് സാമ്പത്തിക ബാധ്യതയാണ്. സാധാരണ ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ ബില്ല് കിട്ടുമ്പോൾ അത് രണ്ടാമത്തെ അറ്റാക്കിനുള്ള ഒരു നിമിത്തമായിട്ട് പലപ്പോഴും മാറാറുണ്ട്. ഇവിടെ ഡോക്ടർ പ്രതാപ് കുമാറിൻ്റെ ഏറ്റവും വലിയൊരു മെച്ചമായി എനിക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ളൊരു അവസരം രോഗിക്ക് അധികം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വർഷത്തെ ഏറ്റവും വലിയ നേട്ടമായി എനിക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും നമ്മുടെ ജീവിത ചിട്ടകളൊക്കെ ഇനി അത്ര പെട്ടെന്ന് നാം മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ രോഗികൾ ഉണ്ടാകുമ്പോൾ കഴിയുന്ന എല്ലാ ഡോക്ടർമാരും പറയുന്നത്, വൈദ്യശാസ്ത്രം പറയുന്നത് കഴിയുന്നത്ര രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും രോഗത്തിനെ ക്ഷണിച്ചു വരുത്തുക. അങ്ങനെ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന രോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന് ഭാവിയിലും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരുപാട് രോഗികൾക്ക് ഒരു അത്താണിയായി മാറാൻ ഈ സ്ഥാപനം, ആ സ്ഥാപനം നടത്തുന്ന ഡോക്ടർക്ക് അതിനുള്ള കരുത്തും ദീർഘായുസ്സും ഉണ്ടാകട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വർഷം ആയി തികഞ്ഞ ഇതിൻ്റെ ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടെ നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട്